നമസ്കാരം. ഇന്ന് നമ്മുടെ 32ാമത്തെ എപ്പിസോഡാണ്. ഈ എപ്പിസോഡിൽ പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങളാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഈ മയക്കുമരുന്നിനെതിരെയൊക്കെ പ്രതികരിക്കാൻ കാരണം എന്താണെന്നറിയോ? അത് എനിക്ക് വ്യക്തമായ ഒരു ധാരണ ഇന്ത്യയെക്കുറിച്ചുള്ളതുകൊണ്ടാണ്. നിങ്ങൾ ഓർക്കുക, നിങ്ങൾ ഉപയോഗിക്കുന്ന ഈ മയക്കുമരുന്ന് നിങ്ങളുടെ തലച്ചോറിനെ ബാധിക്കും, നിങ്ങൾക്ക് താൽക്കാലിക സുഖം നൽകും. ഇത് വിൽക്കുന്ന ഈ ആൾക്കാർക്ക് കിട്ടുന്ന തുച്ഛമായ പൈസ കൊണ്ട് അവർ കുടുംബം നടത്തിപ്പോകും. പക്ഷേ ഇതിൻ്റെയൊക്കെ പിന്നിൽ നമ്മുടെ ശത്രുക്കളായ കുറേ രാജ്യങ്ങളുണ്ട്. അവർ സൈനികമായി നമ്മളെ തോൽപ്പിക്കാൻ നോക്കി ഇന്ത്യയെ. പക്ഷേ നടന്നില്ല അവർക്ക്. കാരണം ഇന്ത്യ കുറേ കാലത്ത് ഒരു 4-5 കൊല്ലം കഴിയുമ്പം 2ാം ശക്തിയായി മാറും ലോകത്തിലെ. ഇപ്പം തന്നെ എങ്ങാണ്ട് 4ാം ശക്തിയാണ്. അവർ പിന്നെ കള്ളനോട്ട് സാമ്പത്തികമായിട്ട് തകർക്കാൻ നോക്കി. കള്ളനോട്ടും പല കാര്യങ്ങളും ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ അതും ഇന്ത്യയിൽ വിജയിച്ചില്ല. കാരണം നമ്മൾ എന്താ മോദിയൊക്കെ കുറ്റം പറയും, പക്ഷേ ആ ഡിജിറ്റൽ സംവിധാനത്തിലേക്ക് വരാനും ആ നോട്ട് നിരോധനമൊക്കെ ഒത്തിരി ഗുണം ചെയ്തു. കാരണം എന്ന് പറഞ്ഞാൽ അതിന് മുമ്പ് കള്ളനോട്ട് ഒത്തിരി വ്യാപകമായിരുന്നു ഇവിടെയൊക്കെ. അതെല്ലാം മാറി. ഇപ്പോൾ ഇന്ത്യൻ മിലിറ്ററി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെ 4.5 അടി പൊക്കമുള്ള ചൈനയുടെ മിലിറ്ററി ഒന്നുമല്ല ഇന്ത്യയുടെ. പാകിസ്ഥാനിലെ അവരുടെ ഉയരമോ വണ്ണമോ അവരുടെ ആരോഗ്യമല്ല ഇന്ത്യക്ക് നല്ലൊരു ഹ്യൂമൻ റിസോഴ്സസ് ഉണ്ട് ഈ വളർന്നു വരുന്ന തലമുറ. അപ്പോൾ അവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ മയക്കുമരുന്ന് ഇന്ത്യയിലേക്ക് എടുത്ത് ഈ ജനങ്ങളുടെ, അതായത് ഹ്യൂമൻ റിസോഴ്സസിനെ ഇല്ലാതാക്കുക. വളർന്നു വരുന്ന തലമുറയുടെ ബുദ്ധി ഭയങ്കരമാണ്. നമ്മുടെ ഇന്ത്യയിലെ പലരുമാണ് സ്പേസിലൊക്കെ പോയതൊക്കെ മനസ്സിലാക്കുക. അപ്പോൾ അതിന് ബുദ്ധി ഇല്ലാതാക്കണമെങ്കിൽ ഈ MDMA എന്ന് പറയുന്ന സാധനം 5 വർഷം 6 വർഷം ഉപയോഗിച്ചാൽ മരിച്ചു പോകും. ഇതറിഞ്ഞുകൊണ്ടാണ് പലരും ഉപയോഗിക്കുന്നത്. അപ്പം ഈ രീതിയിലൂടെ ചെല്ലുന്നത് തീവ്രവാദത്തിലേക്കാണ് ഈ പൈസ എത്തുന്നത്. അന്യ രാജ്യങ്ങളിലേക്കാണ് ഈ പൈസ എത്തുന്നത്. അല്ലാതെ ഇവിടുത്തെ വൻകിട ബിസിനസ്സുകാരുടെ സോഴ്സ് അന്വേഷിച്ചാൽ അവരൊന്നും പലരും ഇന്ത്യക്കാർ പോലുമല്ല. കാരണം ഇന്ത്യയിലാണെങ്കിൽ അവർ കൂട്ടുകയാണ്. പക്ഷേ അതൊന്നും അവർക്ക് പറ്റാതെ വരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കേണ്ട അവർ വിചാരിച്ച ആ സമൂഹമൊന്നും ഈ ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്നില്ല. കാരണം അവരിലൊക്കെ ഒത്തിരി പേര് മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർ കുറവാണ്. മദ്യം പോലും ഉപയോഗിക്കുന്നവർ കുറവാണ്. അപ്പോൾ ഇതിനകത്ത് ആരാ ഭയപ്പെടുന്നത്? 20-നും 18-നും 15-നും 25-നും ഇടയ്ക്കുള്ള കുട്ടികളാണ്. അവർക്ക് 40 വയസ്സുകാർ ഇതിലേക്ക് വരുന്നില്ല എന്നറിയാം അധികം. അവർ ചുമ്മാ ഏതോ കഞ്ചാവൊക്കെ ഉപയോഗിച്ചാണ് ജീവിക്കുന്നത്. ഈ MDMA പോലുള്ള ഭീകരമായ സാധനങ്ങൾ ഉപയോഗിക്കുന്ന മൊത്തം 15-നും 25-നും ഇടയ്ക്കുള്ള കുട്ടികളാണ്. ആ ജനറേഷനെ ഉദ്ദേശിച്ചല്ല ഞാനീ പറയുന്നത്. ഇപ്പം 10 വയസ്സുള്ള കുഞ്ഞുങ്ങളുണ്ട്. അവരെ ഇതിലേക്ക് പൂർണ്ണമായി മാറ്റാൻ ഇന്ത്യയിൽ കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയ ഒരു 5-8 കൊല്ലം കഴിയുമ്പോൾ ഇന്ത്യൻ മിലിറ്ററിയുടെ അവസ്ഥയൊക്കെ. ഇന്ത്യ വൻ ശക്തിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ രീതിയിലും സൈനികമായ സ്വന്തമായ ആയുധം ഉണ്ടാക്കാൻ തുടങ്ങി. നിങ്ങൾ ഉപയോഗിക്കുന്നത് നിങ്ങളുടെ തലച്ചോറിനെ നശിപ്പിക്കും, ആരോഗ്യത്തെ നശിപ്പിക്കും. ഭയങ്കര ബുദ്ധിമാന്മാരായ ഒരു തലമുറയാണ്, ജനതയാണ് ഇന്ത്യൻ തലമുറ. അവർ വിദേശങ്ങളിലൊക്കെ ജോലി ചെയ്തൊന്നും പലയിടത്തും പല അമേരിക്കയുടെ ബ്രിട്ടൻ്റെയൊക്കെ പല ഉന്നത സ്ഥാനത്തിരിക്കുന്ന അവിടുത്തെ വർക്കേഴ്സും എല്ലാം ഇന്ത്യയിലെ ജനങ്ങളാണ്, ഇന്ത്യയിലെ തലമുറയാണ്. ആ ബുദ്ധിമൊത്തം അങ്ങോട്ട് കൊണ്ടുപോയി ഡോക്ടർമാർ പോലും. ഇപ്പം നിങ്ങളെ നശിപ്പിക്കാൻ ഏകമാർഗ്ഗം സൈനികമായി ഇന്ത്യയെ തോൽപ്പിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഒരു രാജ്യത്തിനും പറ്റില്ല പൂർണ്ണമായും തോൽപ്പിക്കാൻ. പിന്നെ കള്ളനോട്ടിറക്കി അങ്ങനെയും പറ്റില്ല. പിന്നെ ഏത് രീതിയിലാണ് ബിസിനസ്സിൽ തോൽപ്പിക്കാനൊക്കെ ഇല്ല. അപ്പോൾ പിന്നെ തോൽപ്പിക്കാൻ പറ്റുന്ന വേറെ കുറേ നമ്മുടെ അടുത്ത് കിടക്കുന്ന പല രാജ്യങ്ങളിലൊക്കെ കൂട്ടുണ്ട്. നമ്മുടെ ഞാൻ പറയല്ലോ, ചൈനയും പാകിസ്ഥാനും അവരൊക്കെ ഉദ്ദേശിച്ചിട്ട് ഇനി തലമുറയെ നശിപ്പിക്കുക. അതിനാണ് നിങ്ങൾ ബലിയാടാകുന്നത്. നിങ്ങളെക്കുറിച്ച് ഓർത്തിട്ടല്ല ഞാൻ. ഈ 18 തൊട്ട് 25 വയസ്സുള്ളവരെ 30 വയസ്സുള്ളവരെ അല്ല, ഇനി വരുന്ന 10 വയസ്സുള്ളവരെ തകർക്കുകയാണ്. ഭീകരമായ ലക്ഷ്യമാണ് ഇവർക്കൊക്കെ. അതിലേക്കാണ് ഈ മയക്കുമരുന്നെന്ന് പറഞ്ഞാൽ എൻ്റെ പൈസയും റിസോഴ്സസും ഒക്കെ പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാനൊരാളുടെ ജീവൻ പോയാലും ഇതിനകത്ത് നമ്മൾ വിചാരിക്കും പോലീസുകാരൊക്കെ മോശക്കാരെന്ന്. അതൊന്നുമല്ല. അവർ ഈ രാത്രി ഉറങ്ങാൻ നടക്കുന്നത് നമുക്ക് വേണ്ടിയാണ്. ഈ മിലിറ്ററി പോയി കാശ്മീരിലൊക്കെ അനുഭവിക്കുന്ന വേദനകളും വിഷമങ്ങളും നിങ്ങൾ അനുഭവിക്കാത്ത കൊണ്ടാണ്. നമ്മളൊക്കെ വീട്ടിൽ സ്ത്രീകളൊക്കെ കിടന്നുറങ്ങുന്നത് എന്ത് ധൈര്യത്തിലാണ്? ഇവരൊക്കെ ഇങ്ങനെ ഉറങ്ങാതെ നടക്കുന്നതുകൊണ്ടാണ്. അവർക്ക് പോകണമെങ്കിൽ സുഖമായിട്ട് ഒപ്പിട്ടിട്ട് പോയി കിടന്ന് അവർക്കും വീട്ടിൽ കിടന്നുറങ്ങാം. മനസ്സിലാക്കുക. നിങ്ങൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയുടെ ഫലം ചെയ്യുന്ന മറ്റ് രാജ്യങ്ങളിലാണ്. അവർ ഇന്ത്യയെ തകർക്കാൻ നോക്കുകയാണ്. പക്ഷേ ഇന്ത്യ ഗവൺമെൻറ് അതിന് പ്രതിജ്ഞാബദ്ധമാണ്. ഇതൊന്നും ആരും വിളിച്ച് പറയില്ല. നിങ്ങൾ ഗൂഗിളിലൊന്ന് സെർച്ച് ചെയ്തൊക്കെ ഇതിൻ്റെയൊക്കെ ഭീകരാവസ്ഥ അറിയണമെങ്കിൽ. നമ്മൾ ഇന്ത്യയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഇതൊന്നും ചെയ്യില്ല കേട്ടോ.
10 വയസ്സുള്ള കുഞ്ഞുങ്ങളോടെ ഞാൻ പറയുന്നുള്ളൂ. അവർ 15 ആവും, അവർ 20 ആവും. അന്നേരം നിങ്ങൾ ഇന്ത്യയെ വാർത്തെടുക്കണം. ഞാൻ ഒരിക്കൽ എൻ്റെ കൂടെ പഠിച്ചുകൊണ്ടിരുന്ന കൂട്ടുകാരൊക്കെ ഒരു കാലത്ത് ഈ പഞ്ചായത്ത് ഭരിക്കുമെന്ന് ചിന്തിച്ചിട്ടുണ്ട്. അവർ MLA ആവുന്നു. അതൊക്കെ സംഭവിച്ചു. എൻ്റെ ഒറ്റ സുഹൃത്തുക്കളാണ് ഇന്ന് പഞ്ചായത്തൊക്കെ ഭരിക്കുന്നതൊക്കെ. അവരാണ് പല ഉദ്യോഗസ്ഥരും ഇവിടുത്തെ. നമ്മളീ കാണുന്ന ഈ കുഞ്ഞുങ്ങളൊന്നും അല്ല, അവരൊക്കെ വളർന്നു വരും, അവർ നയിക്കും, അറിയാമോ? അതുകൊണ്ടാണ് കേട്ടോ. അതുകൊണ്ട് എനിക്കെൻ്റെ ജീവനിലൊന്നും പേടിയൊന്നുമില്ല. കാരണം ഞാൻ ഈ 10 വയസ്സുള്ള തലമുറ ഇനി ചീത്തയാക്കാതിരിക്കാൻ എന്തെങ്കിലും ചെയ്യാവുന്നത് ചെയ്യും. നന്ദി, നമസ്കാരം. അടുത്ത എപ്പിസോഡിൽ കാണാം.